വിശ്വപരിവർത്തനത്തിൻ്റെ മഹത് കാര്യത്തിൽ പരമാത്മാ ശിവൻ നിമിത്തമാക്കിയ നമ്മളേവരുടെയും പ്രിയപ്പെട്ട ബ്രഹ്മബാബയുടെ സ്മൃതി ദിവസമാണ് ഇന്ന്. ആഗോളതലത്തിൽ എല്ലാ കുമാരിമാരും ഈ ദിവസം ബ്രഹ്മബാബയെ സ്നേഹത്തോടെയും ആദരവോടെയും സ്മരിക്കുന്നു. ബാബയ്ക്ക് സമാനമായി മാറാനുള്ള പ്രതിജ്ഞ ചെയ്യുന്നു. ജനനം കൊണ്ട് സാധാരണമായിരുന്നുവെങ്കിലും സവിശേഷമായ പല ഗുണങ്ങൾ കൊണ്ടും ജന്മന തന്നെ അനുഗ്രഹീതനായിരുന്നു അദ്ദേഹം. സ്നേഹം, വിനയം, അകം നിറഞ്ഞ ആത്മാർത്ഥത, പരോപകാര തൽപരത തുടങ്ങിയ സവിശേഷ ഗുണങ്ങൾ അദ്ദേഹത്തിൽ നിറഞ്ഞിരുന്നു. ഏതോ ഒരു ആകർഷണീയത, മനോരഞ്ജകമായ ഒരു പ്രഭാവലയം അദ്ദേഹത്തിനുണ്ടായിരുന്നു. നിശ്ചയദാർഢ്യവും ആജ്ഞാശക്തിയും അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകളായിരുന്നു. സിന്ധിലെ ഹൈദരാബാദിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. സിന്ധി സമുദായം ഒരു മുതിർന്ന ജ്യേഷ്ഠൻ എന്ന നിലയിൽ അദ്ദേഹത്തെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ദാദ എന്ന ഓമന പേരിലാണ് അദ്ദേഹം പരക്കെ അറിയപ്പെട്ടിരുന്നത്. ഒരു ഇടത്തരം കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും വ്യാപാരത്തിലുള്ള സത്യസന്ധതയും കഠിനാധ്വാനവും വ്യക്തിവൈഭവവും സാമർഥ്യവും കൊണ്ട് പെട്ടെന്ന് തന്നെ വജ്രവ്യാപാരത്തിൽ വളരെ ഉയർന്ന നിലയിലെത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഉദയ്പൂർ, ജയ്പൂർ തുടങ്ങിയ അന്നത്തെ രാജാക്കന്മാരുടെ സഭയിലേക്ക് അദ്ദേഹത്തിന് പ്രത്യേക ക്ഷണം ലഭിച്ചിരുന്നു. രാജാക്കന്മാർ അവരുടെ ദർബാറിൽ അദ്ദേഹത്തിനും കുടുംബത്തിനും മാന്യമായ സ്ഥാനം നൽകി ആദരിച്ചിരുന്നു. ഇങ്ങനെ അനുഭവ സമ്പന്നനായ ഒരു മഹാവ്യക്തിയെയാണ് ശിവപരമാത്മാവ് തൻ്റെ മാധ്യമമായി സ്വീകരിച്ചത്. ലൗകിക ജീവിതം സുഖ സമൃദ്ധിയിൽ സന്തോഷത്തോടെ നയിച്ചിരുന്ന അദ്ദേഹം ഈശ്വര നിയോഗമനുസരിച്ച് തൻ്റെ ജീവിതം പൂർണ്ണമായും ഈശ്വരന് സമർപ്പിക്കുകയും തൻ്റെ ശരീരവും മനസ്സും ധനവുമെല്ലാം തന്നെ ഭഗവാന് സമർപ്പിച്ച ശേഷം അതിനു പകരമായി ഭഗവാൻ എന്ത് നൽകിയോ അത് പ്രസാദമായി സ്വീകരിക്കുകയും ചെയ്തു. പരിധിയില്ലാത്ത ത്യാഗവും സമർപ്പണഭാവവും അദ്ദേഹത്തെ ശിവപരമാത്മാവിൻ്റെ പരിധിയില്ലാത്ത സമ്പത്തിന് അവകാശിയാക്കി മാറ്റി. അതിനോടൊപ്പം തന്നെ പിന്തുടരുന്ന ആത്മീയ കുട്ടികൾ ഓരോരുത്തരും തനിക്ക് ലഭിച്ച അതേ സമ്പത്തിന് യോഗ്യരാക്കി മാറ്റുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. 1969 ജനുവരി 18 തൻ്റെ സാകാരദേഹം ത്യാഗം ചെയ്ത് സമ്പൂർണ്ണ അവ്യക്ത ഫരിഷ്തയായി മാറിയ ബ്രഹ്മബാബ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്: സ്നേഹത്തിൻ്റെ ശക്തിയിലൂടെ സമർത്ഥരാകൂ, സമാനരാകൂ, സർവ ആത്മാക്കൾക്കും സുഖശാന്തിയുടെ അഞ്ജലി നൽകൂ. സ്നേഹമാകുന്ന ഛത്രഛായയ്ക്കുള്ളിൽ മായയുടെ നിഴൽ പോലും പ്രവേശിക്കില്ല. സ്നേഹത്തിൽ ലയിച്ചിരിക്കുന്നവർക്ക് പ്രയാസമായി ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. സ്നേഹത്തിന് മുന്നിൽ എന്ത് തന്നെ സമർപ്പിക്കുന്നതും പ്രയാസകരമല്ല. ബ്രഹ്മബാബ അവ്യക്തമാകുന്നതിന് മുമ്പ് ഏത് 3 ശബ്ദങ്ങളാണോ നമുക്ക് ശിക്ഷണമായി തന്നത്, ആ ശബ്ദങ്ങളുടെ സ്വരൂപമായി നമുക്ക് മാറണം. മനസ്സ നിരാകാരി, വാച നിരഹങ്കാരി, കർമ്മണ നിർവികാരി. നമ്മുടെ മുഴുവൻ പഠനത്തിൻ്റെയും സാരം ഇതുതന്നെയാണ്. സദാ നമ്മുടെ ഭാഗ്യത്തെ ഓർമ്മിക്കണം, ബാബയെ ഓർമ്മിക്കണം. ബാബ നൽകിയ ഈ 3 വരദാനങ്ങളുടെ പ്രാക്ടിക്കൽ സ്വരൂപവും ആകണം.
ഈ സ്മൃതി ദിവസത്തിൽ അതിനു വേണ്ടിയുള്ള ദൃഢസങ്കല്പമെടുക്കാം. ഓം ശാന്തി.